ഇന്ത്യയിലെ ജൻസി പ്രക്ഷോഭം പാകിസ്ഥാനിലും നേപ്പാളിലും പ്രതിധ്വനിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. ഇന്ത്യയിലെ ജൻസി തലമുറ മുമ്പ് മൊബൈലിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതായാണ് കാണപ്പെട്ടിരുന്നത്. എല്ലാത്തിനും മീമുകൾ സൃഷ്ടിക്കുന്നു, ഗുരുതരമായ വിഷയങ്ങളിൽ കൂടുതൽ നേരം ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഈ ബലഹീനതകൾ എന്ന് വിളിക്കപ്പെടുന്നവ അവരുടെ ഏറ്റവും വലിയ ശക്തികളായി മാറിയിരുന്നു. തുടർച്ചയായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ കേന്ദ്ര സർക്കാരിനെ വഴങ്ങാൻ നിർബന്ധിതരാക്കി. പരീക്ഷാ പേപ്പർ ചോർച്ച കേസിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു. ഈ പ്രസ്ഥാനത്തിൽ പരമ്പരാഗത രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് പകരം മീമുകളായി മാറി. ഇൻസ്റ്റാഗ്രാം റീലുകൾ ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ചു. ചെറിയ വീഡിയോകൾ പോലീസ് നടപടികളുടെ തെളിവുകളായി മാറിയിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യയിലെ ഈ പ്രസ്ഥാനം ഇനി സ്വന്തം രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കില്ല, മറിച്ച് അയൽ രാജ്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. പൊതുവെ ജൻസിയുടെ ശ്രദ്ധ പെട്ടെന്ന് വഴിതിരിച്ചു വിടപ്പെടുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇന്ത്യയിലെ ഈ പ്രസ്ഥാനം അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, നേപ്പാൾ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ യുവാക്കളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ രാജ്യങ്ങൾക്ക് മുമ്പ് യുവജന പ്രസ്ഥാനങ്ങളുടെ ചരിത്രമുണ്ടതിനാൽ ഇന്ത്യയുടെ കോക്രോച്ച് ജനതാ പാർട്ടി പ്രസ്ഥാനത്തിൽ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ഒരു യുവതി പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഇത്രയും നന്നായി ചെയ്താൽ എനിക്ക് എങ്ങനെ വെറുക്കാൻ കഴിയും? ഇന്ത്യയുടെ ജൻസി അവതരിപ്പിക്കുന്ന ധൈര്യവും ഐക്യവും കണ്ട് അത്ഭുതപ്പെടാതിരിക്കാൻ കഴിയുന്നില്ല. അതിരുകൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ ഇന്നത്തെ ജനറൽ ജൻസിയുടെ മാനസികാവസ്ഥയും അഭിനിവേശവും ഒന്നു തന്നെയാണ്. അവസരം ലഭിച്ചിരുന്നെങ്കിൽ തങ്ങളും ഇന്ത്യൻ വിദ്യാർത്ഥികളെ പോലെ തെരുവിലിറങ്ങുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പാകിസ്ഥാനിൽ ഇപ്പോൾ വലിയ ജൻസി മൂവ്മെന്റ് വരാൻ പോകുന്നുവെന്ന ഭയം പാകിസ്ഥാൻ ഭരണകൂടത്തിനും നിലവിലുണ്ട്. മുംബൈയിൽ നിന്നുള്ള വൈറലായ പല ദൃശ്യങ്ങളും പാകിസ്ഥാനിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ത്യയിൽ ഇന്ത്യൻ മോഡൽ ജൻസി പ്രക്ഷോഭത്തിന് പാകിസ്ഥാനിൽ വലിയ ഫണ്ട് ശേഖരം ജൻസികൾക്കിടയിൽ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഈ ജൻസി പ്രക്ഷോഭം ശ്രീലങ്കയിലും നേപ്പാളിലും അടക്കം പടർന്നു പിടിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.